ഈ ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടി ക്ലയൻസ് എന്നെ സമീപിക്കുമ്പോൾ ആദ്യം തന്നെ അവർ എന്നോട് പറഞ്ഞ റിക്വയർമെൻറ്റ്, അവർക്കൊരു സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതിനുള്ളൊരു ഏരിയ അവരുടെ സൈറ്റിന് കുറവാണ്. അതായത് 5 സെൻറ്റുള്ള ഒരു സൈറ്റാണ് അവർക്കുള്ളത്. പക്ഷെ അവർക്ക് അവരുടേതായ പബ്ലിക് സ്പേസസും വേണം, പ്രൈവറ്റ് സ്പേസസും വേണം, അവരുടേതായ പ്രൈവസികൾ വേണം, അതുപോലെ 4 ബെഡ്റൂമൊക്കെയുള്ള ഒരു നോർമൽ ഒരു വീട് വേണം. ഇതെല്ലാം ഈ ഒരു 5 സെൻറ്റ് പ്ലോട്ടിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ സ്ഥലപരിമിതിയുള്ള ഒരു സ്ഥലത്ത് വീട് വെക്കേണ്ടി വന്നു എന്നൊരു തോന്നൽ ഈ വീട് കാണുന്നവർക്കും ഇതിൽ താമസിക്കുന്ന ഇവർക്കും ഉണ്ടാകരുതെന്നുള്ളൊരു ആവശ്യമായിരുന്നു മെയിനായിട്ട് വന്നത്. എൻ്റെ പേര് ലിബിൻ മേനോൻ, എൻ്റെ വൈഫ് ടാനി. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. ഞങ്ങളുടെ ഡ്രീം ഹോമായ 5 സെൻറ്റ് ഹൗസ് എന്ന പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത് ഡ്രീം ഇൻഫിനിറ്റ് സ്റ്റുഡിയോയിലെ ആർക്കിടെക്ട് ജോസഫ് ചാലിശ്ശേരി ആണ്. ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാക്കനാട് ഇൻഫോപാർക്കിനടുത്ത് മനക്കിക്കടവ് എന്ന സ്ഥലത്താണ്. ഈ 5 സെൻറ്റ് ഏരിയയിൽ ഞങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്തൊരു വലിയ ചലഞ്ച്. അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല നമ്മുടെ ഈ വീടുകളെ പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് പല ആർക്കിടെക്ട്സിനെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. അതിൽ നമ്മളുടെ കൺസെപ്റ്റിനോട് ചേർന്ന് വരുന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ കണ്ടത് നമ്മുടെ ആർക്കിടെക്ട് ജോസഫ് ചാലിശ്ശേരിയുടെ പ്രൊജക്ട്സിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഡ്രീം ഇൻഫിനിറ്റ് സ്റ്റുഡിയോയുമായി മീറ്റ് ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു ഡ്രീം ഹോം അച്ചീവ് ചെയ്തത്. ഞാൻ ആർക്കിടെക്ട് ജോസഫ് ചാലിശ്ശേരി, ഡ്രീം ഇൻഫിനിറ്റ് സ്റ്റുഡിയോ എന്നുള്ള സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഡ്രീം ഇൻഫിനിറ്റ് സ്റ്റുഡിയോ ആണ് 5 സെൻറ്റ് ഹൗസ് എന്ന ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത്. എനിക്ക് വന്നിട്ടുള്ള പ്രോജക്ട്സിൽ ആദ്യമായിട്ടാണ് ഒരു 5 സെൻറ്റുള്ളൊരു പ്ലോട്ടിൽ ഒരു കോമൺ ഒരു റെസിഡൻസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായ ഒരു ക്ലയൻസിനെ സമീപിക്കും. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഉൾത്തിരിഞ്ഞൊരാശയം 5 സെൻറ്റിലെ വീട്, 5 സെൻറ്റ് ഹൗസ്, അങ്ങനെയാണ് ആ ഒരു വിഷൻ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് വന്ന് നമ്മൾ വിസിറ്റ് ചെയ്തു. റെക്റ്റാങ്കുലർ പ്ലോട്ടും കൂടിയല്ല, അടുത്തൊരു കൺസ്ട്രെയിൻ വരെയാണ്. ബാക്കിൽ ഒരു ആംഗിൾഡ് ആയിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പോകുന്നത്. ഫ്രണ്ടും ഇതൊക്കെ എല്ലാം റെക്റ്റാങ്കുലർ ആണ്. ബാക്കിലൊരു ആംഗിൾഡ് വാളും ഉണ്ട്. അപ്പോൾ അത് വീണ്ടും ഒരു കൺസ്ട്രെയിനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നോർത്ത് ഫേസിങ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. നോർത്ത് ഫേസിങ് സൈറ്റ് എന്ന് വന്നപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. കാരണം കേരളത്തിൽ നമ്മൾക്ക് ഏറ്റവും കുറവ് വെയിൽ അനുഭവപ്പെടുന്ന ഒരു സോണാണ് നോർത്ത് സോൺ. അപ്പോൾ അതൊരു ആശ്വാസമായി തോന്നി. പിന്നെ അതിനുശേഷം ഈസ്റ്റ് ഭാഗത്തേക്ക് അവർക്കൊരു കോർട്ട്യാർഡും കൂടി ഈ ഒരു 5 സെൻറ്റിൽ വേണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞിരുന്നു. 5 സെൻറ്റ് ആണെങ്കിൽ കൂടി ഇന്നത്തെ കേരളത്തിലെ ഒരു ജീവിതശൈലി അനുസരിച്ച് ഒരു മിനിമം 2 കാർ പാർക്കിംഗ് എന്നുള്ളത് ചെറിയ വീടാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും ഒരു അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി 2 കാറിനുള്ളൊരു സ്പേസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഇടുകയാണ് ആദ്യം തന്നെ ഒരു പ്ലാൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടായത്. ഈ ഒരു വീടിൻ്റെ പ്ലാനിങ് ഘട്ടത്തിൽ ആക്ച്വലി റീവർക്കിങ്ങും അതുപോലെ തന്നെ ഡിസ്കഷൻസൊക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫറൻസ് പോയിന്റുകളോട് സാമ്യമുള്ള രീതിയിലായിരുന്നു ക്ലയൻസിൻ്റെയും റിക്വയർമെൻറ്റ്സ്. ഈ ഒരു കാർ പോർച്ച് തൊട്ട് പറയുകയാണെങ്കിൽ കാർ വെസ്റ്റ് സൈഡിൽ നിന്ന് വന്ന് പോർച്ചിലേക്ക് എൻ്റർ ചെയ്തു. ഡയറക്റ്റ് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കാർ പോർച്ചിൽ നിന്ന് ആക്സസ് ചെയ്യാം. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ഒരു ഡബിൾ ഡോർ വെച്ച് നമ്മൾ കയറുന്നത് ഈ വീടിൻ്റെ വിസിറ്റേഴ്സ് ഏരിയയിലേക്കാണ്. വിസിറ്റേഴ്സ് ഏരിയ നമുക്കൊരു ഫുള്ളി സെഗ്രിഗേറ്റഡ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു സോഫ അറേഞ്ച്മെൻറ്റ് അവിടെ കൊടുക്കാൻ സാധിച്ചു. വോൾ ഡെക്കോർസ് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വാൾ ക്ലോക്ക് അങ്ങനെയുള്ള ഒരു സ്ഥിരം പാറ്റേൺ ചെയ്യുന്നതിന് വിപരീതമായി ക്ലയൻസിൻ്റെ ഒരു പങ്കാളിത്തം ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു വിഷൻ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് അടുത്ത് സംസാരിച്ചപ്പോൾ ഇവർ അത്യാവശ്യം അത്
ചെറിയ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പെയിൻറ്റിങ്ങുകളോ, അല്ലെങ്കിൽ ആദ്യം ഉയർന്നു വന്നൊരു വിഷൻ എന്ന് പറയുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന അംഗങ്ങളുടെ ഒരു ഫിംഗർ പ്രിൻറ്റ്സ് അല്ലെങ്കിൽ ഹാൻഡ് പ്രിൻറ്റ്സ് പതിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കൊളാഷോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു രൂപപ്പെട്ടു വന്നത്. പിന്നീടാണ് അത്യാവശ്യം ചിത്രം വരയ്ക്കാനുള്ള ഒരു ടാലന്റ് ഇവിടുത്തെ മാഡത്തിന് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് അത്തരത്തിലൊരു വാൾ ആർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ നന്നാവുന്നു ഇന്റീരിയർ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്തെടുക്കാറുണ്ട്. അപ്പം അതിനായിട്ട് ടെറാക്കോട്ട പ്ലേറ്റ്സ് നമ്മൾ ഓൺലൈനിൽ വാങ്ങി അതിൽ ഹാൻഡ് പെയിന്റ് ചെയ്തും ഇവർ ഹാൻഡ് പ്രിന്റ് ചെയ്തുമാണ് അതിവിടെ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇതിൽ ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഡിസൈനിങ് സ്റ്റേജിലും എക്സിക്യൂഷൻ സ്റ്റേജിലും എന്നെ ഏൽപ്പിച്ച് മാറി നിൽക്കാന്ന് അല്ലാതെ അവരുടെയും കൂടി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഇൻവോൾവ്മെന്റും ഇതിലുണ്ടായെന്നുള്ളൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ക്ലയൻസിന് ലഭിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് ഈ പറഞ്ഞ മൾട്ടി പർപ്പസ് ലിവിംഗ് ഏരിയയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെയും ഈ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഡൈനിങ്, TV ഏരിയയുടെ ഒരു സോഫ പ്ലസ് പ്രെയർ, ഇവർ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ അവർക്ക് ഒക്യുപ്പൈ ചെയ്യാനുള്ളൊരു സ്പേസ്, ഇതെല്ലാം ഈ ഒരു മൾട്ടിപർപ്പസ് ലിവിങ് ഏരിയയിലേക്ക് വേണം. ഇതുകൂടാതെ ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ ഉള്ള എൻട്രി. ഈ മൾട്ടിപർപ്പസ് ഫാമിലി ലിവിങ് ഏരിയയിലെ ഒരു T-ഷേപ്ഡ് സോഫ ഡെവലപ്പ് ആവുകയാണ് ആദ്യമായിട്ടുണ്ടായത്. ഈ സോഫ TV കാണുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കാണുന്ന ഒരു സോഫയായിട്ടും ആക്ട് ചെയ്യും. അതേസമയം അതിൽ ബാക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു ഭാഗത്ത് അത് പ്രെയർ ഏരിയനെ അഭിമുഖീകരിച്ചും ഇരിക്കുന്ന രീതിയിലാണ് ആ ഒരു സോഫ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് പ്രെയറിൻ്റെ സമയത്ത് ഈ സോഫ പ്രെയറിനെ ഡയറക്റ്റ് ചെയ്തു. കൂടാതെ ഈ ഒരു മുറിയിലേക്ക് ഉള്ള സ്റ്റെയറിൻ്റെ സ്റ്റെപ്സും വരെ ഇവർ പ്രെയറിൻ്റെ സമയത്ത് ഇരിക്കാനായിട്ടും ഫാമിലി ടൈമുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് കൂടാതെ TV കാണുന്ന ഒരു ഏരിയയിൽ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നുമില്ല. കുറച്ചും കൂടി ഒരു കംഫർട്ട് ഫീലിംഗ്, ഒരു ഡാർക്ക് ഫീലിംഗ്, അതുപോലെ തന്നെ അതിന് ആവശ്യമായ ഒരു ഹൈറ്റ് എന്നുള്ളത് ഒരു 8 ഫീറ്റ് തന്നെ അതിന് ഇനഫാണ്. ഈ ഒരു TV ഏരിയയിൽ സോഫയ്ക്ക് ആ TVക്ക് ആവശ്യമായ ഹൈറ്റ് മാത്രം കൊടുത്ത് അതിന് മുകളിൽ ഒരു മെസനൈൻ ഫ്ലോർ ഡെവലപ്പ് ആവുകയാണ് ഉണ്ടായത്. അത് കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഉണ്ടായി. ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ടും ഒരു വിഷനായിട്ടും കാണുന്നത് നമ്മളുടെ ഈ ഒരു എൻക്ലോസ്ഡ് കോർട്ട്യാർഡാണ്. ഈ ഒരു കോർട്ട്യാർഡ് ഷെയ്ഡ് ചെയ്യുന്നത് ഇതിന് മുകളിലുള്ള ബെഡ്റൂംസിൻ്റെ ടോയ്ലറ്റ്സ് ആണ്. അപ്പോൾ അതിന് ബിനീത്തായിട്ട് ഈ ഒരു സ്പേസ് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ആവാനുണ്ടായത്. ആക്ച്വലി ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇത് പ്ലോട്ടിൻ്റെ തന്നെ ബൗണ്ടറി വാള് നമ്മൾ ഇത്തിരി ഹൈറ്റ് കൂട്ടി ഗ്രില്ലിട്ട് സെക്യൂർ ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗ്രിൽസ് ഒന്നും ഇല്ലാത്ത ഒരു സീംലെസ് വ്യൂ കിട്ടാനുള്ള ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർസ് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഇതൊരു 75% ഏരിയ വെള്ളം വീഴാതെ ഷെയ്ഡഡ് ആയിട്ടുള്ളതും, പക്ഷെ ഈ ഒരു ഔട്ടർ ഏരിയയിൽ ഒരു വാട്ടർ ബോഡി വരുന്നുണ്ട്. അതിന് ടോപ്പിലേക്ക് നമ്മളുടെ റെയിൻ വാട്ടർ പതുക്കെ ഇതിലേക്ക് വീഴുകയും ചെയ്യും. അപ്പം അവിടെ ഒരു വാട്ടർ ബോഡി, അതിൽ ചെറിയ മീനുകളൊക്കെ ഇട്ട് ചെറിയൊരു ഫൗണ്ടൻ, ഒരു ടെറാക്കോട്ട ഫൗണ്ടൻ വീടിന് മാച്ച് ആവുന്നൊരു കളർ പാലറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ച് പീസ് ലില്ലി, അതുപോലെ തന്നെ ക്രീപ്പേഴ്സ്, ഹാങ്ങിങ് ക്രീപ്പേഴ്സൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിൻ്റെ അടിയിലായിട്ടാണ് ഈ വീടിൻ്റെ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് വരുന്നത്. അതിൻ്റെ ഒരു ലിഡൊക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സിമെൻറ്റ് പോട്ടിൻ്റെ ഒരു പ്ലാന്റ് ബോക്സും ചെയ്തതോടുകൂടി ഇതിനകത്ത് ഫങ്ഷണലി കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ടൊരു എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ അവിടെ ഈവനിങ്ങിലൊക്കെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ബെഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള ടെറാക്കോട്ട പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് വിസിറ്റേഴ്സ് റൂമിന് അടുത്തായിട്ടും കോർട്ട്യാർഡിന് അടുത്തായിട്ടും ഒരു കോമൺ ടോയ്ലറ്റ് ആൻഡ് വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു വാഷ് ഏരിയ ഇച്ചിരി ഒരു ഹൈഡ് ഔട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും നമ്മളത് യൂസ് ചെയ്യുന്നൊന്നും എക്സ്പോസ്ഡ് ആവില്ല. പിന്നെ അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും ആ ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു വാഷിനും കോമൺ ടോയ്ലറ്റിനും ഇടയിൽ വരുന്ന ഒരു ഭിത്തിയിൽ ചെറിയൊരു ബാർ കൗണ്ടർ വിത്ത് ക്രിസ്റ്റൽ ക്രോക്കറി ഷെൽഫും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. അത് ലിറ്റപ്പ് ചെയ്തോടുകൂടി അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ അവിടെ നിന്ന് പാടെ ഒഴിവാകുകയാണ് ചെയ്തത്. ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് പിന്നെ ആക്സസ് ഉള്ള ഭാഗങ്ങൾ നമ്മളുടെ ഒരു ഓപ്പൺ കിച്ചൺ ഏരിയയും അതിനോടനുബന്ധമായിട്ടുള്ള ഒരു വർക്കിംഗ് ഏരിയ ആണ്. ഡൈനിങ്ങിനെയും കിച്ചണെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിഷൻ ഗ്രീൻ വാളാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇതൊരു ചെറിയ സ്പേസ് ആയതുകൊണ്ടും കിച്ചണിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ് ഉള്ളത് കൊണ്ടും പിന്നീട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഒരു ആവശ്യകത ഈ വീട്ടിൽ ഉണ്ടായില്ല. അപ്പോൾ പക്ഷെ അതിനിടയിൽ ഒരു ചെറിയൊരു പാർട്ടീഷൻ ചെയ്യാനും അതിൽ ഇവർ തന്നെ ഗ്രോ അപ്പ് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ക്ലയൻസും നമ്മളും കൂടി ഡെവലപ്പ് ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ചെറിയ സ്പേസുകളിൽ എപ്പോഴും ലൈറ്റർ ഷെയ്ഡ്സ് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ക്രൗഡഡ് അല്ലാതെയും കുറച്ചും കൂടി എക്സ്പോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ഒരു ലൈറ്റർ പാലറ്റിക്ക് കൊണ്ടുവരുന്നതോടുകൂടി ഇവിടെ ഒരു ക്രൗഡഡ് ആയിട്ടൊരു ഫീലിംഗ് ഒഴിവാകുകയും അതോടൊപ്പം തന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടൊരു ഫീലിംഗ് കുറച്ചൊരു ലൈറ്റർ ഒരു എൻവയോൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് കൂടിയിട്ടാണ് നമ്മളൊരു വുഡൻ കളേഴ്സാണ് ബാക്കി ഇൻറ്റീരിയറിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കിച്ചൺ ഏരിയയിൽ കുറച്ചും കൂടി കബോർഡ് സ്പേസുകൾ വരുന്നതുകൊണ്ട് അതെല്ലാവരും ലൈറ്റർ കളേഴ്സ്, അതായത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ കൗണ്ടർ ടോപ്സ് വരെ നാനോ വൈറ്റ് സ്ലാബ്സ് യൂസ് ചെയ്യാനുണ്ടായിരുന്നു. താഴെയുള്ളത് ഒരു മെയിൻ ബെഡ്റൂം ആണ്. ആ ബെഡ്റൂം ആക്ച്വലി പാരൻസ് ബെഡ്റൂം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവർക്ക് അപ്സ്റ്റെയറിൽ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് താഴെ ഒരു പാരൻസ് ബെഡ്റൂം കൊടുത്തു. അതിന് ഒരു ചെറിയൊരു ബേ വിൻഡോ, അവിടെ ഒരു ബേ വിൻഡോ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തു. ഫാമിലി ലിവിങ്ങിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റെസിഡൻസിലൊരു സ്റ്റെയർ ഓൾമോസ്റ്റ് ഒരു 20 to 22 സ്റ്റെപ്സ് ഉണ്ടാവും. ഈ ഒരു 20 to 22 സ്റ്റെപ്സ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കയറുന്നതൊക്കെ ഇച്ചിരി ബോറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റെയറിനെ ബ്രേക്ക് ചെയ്ത് പല ലെവൽസിൽ പല സ്പേസുകൾ കൊടുക്കാമെന്നുള്ളൊരു ആശയം ഉണ്ടാവുകയും അത് ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 14 സ്റ്റെപ്സ് കഴിയുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഫസാഡിലേക്കുള്ള ഒരു ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 2 more സ്റ്റെപ്സ് കയറുമ്പോൾ ഒരു സ്റ്റഡി ഏരിയ പ്ലസ് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ക്ലയൻസിന് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ആയിട്ടൊക്കെ അത് ക്രിയേറ്റ് ആയി. അവിടെ നിന്ന് 2-3 സ്റ്റെപ്സ് മുകളിലേക്ക് കയറിയാൽ ബാക്കി 3 ബെഡ്റൂംസിലേക്കുള്ള പാസേജും കിട്ടും. അപ്പോൾ ഒരു സ്റ്റെയറിനെ ഒരു 4 പൊസിഷനായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ഇതിലൊരു ഡയറക്റ്റ് ഒരു സ്ട്രെച്ച്ഡ് ഫ്ലൈറ്റ് ഈസി ആക്കാൻ സാധിച്ചു. ഈ നിൽക്കുന്നത് ഒരു മെസനൈൻ ഫ്ലോറിലാണ്. ഈ മെസനൈൻ ഫ്ലോറിൽ ഒരു എലോങ്ങേറ്റഡ് ഒരു ടേബിൾ ചെയർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ വീട്ടിലെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നതും IT പ്രൊഫഷണൽസ് ആയ ക്ലയൻസ് അവരുടെ വർക്ക്സ് ചെയ്യുന്നതെല്ലാം. ഇവിടെ നിന്ന് കിച്ചണിലോട്ടും കിച്ചണിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്കും ഒരു ഡയറക്റ്റ് വ്യൂ ആണ്. അതുപോലെ തന്നെ ഡൈനിങ്ങിലേക്കും പ്രയറിലോട്ടൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഏരിയ എന്നുള്ളത് ഒരു വീടിനകത്ത് തന്നെ വേറൊരു ലോകമാവാതിരിക്കാൻ കൂടിയും ഇത്തരം മെസനൈൻ ഏരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയ്ക്ക് വെളിച്ചം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ സ്പേസിൽ ഒരു സ്കൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സ്കൈലൈറ്റ് ഏരിയ കുറച്ച് ഹൈറ്റിൽ ബ്രിക്ക് വർക്ക് ചെയ്ത് അതിൽ ഹോൾസ്, പെർഫറേറ്റഡ് ഹോൾസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചൂടുവായു എസ്കേപ്പ് ചെയ്ത് പോവുകയും വീടിനകത്തേക്ക് തണുത്ത വായു ജാളി ഏരിയകളിലൂടെയൊക്കെ അകത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ വീടിനകത്തൊരു കൂൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഹൈറ്റിനെ കവർ ചെയ്ത് വരുന്ന ഈ ഒരു പാസേജ് സ്പേസിന് ഭംഗി കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഇവരുടെ
ബെസ്റ്റ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ കൊളാഷ് വാള് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനടിയിൽ ചെയ്തിരിക്കുന്നത് 2 സിംഗിൾ സോഫകളും ഒരു ചെറിയൊരു കോഫി ടേബിളാണ്. ഇത് ആക്ച്വലി ഒരു ആൻറ്റിക് പീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ക്ലയൻറ്റിനേക്കാളും പ്രായം ചെന്ന ഒരു ഇത് നമ്മളുടെ വീടിൻ്റെ കളർ പാലറ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ റീഫാബ്രിക്കേറ്റ് ചെയ്ത് എടുത്തതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ക്രിയേറ്റ് ആയ 3 ബെഡ്റൂമുകളിൽ ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം സോൺ ചെയ്യാനുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സിറ്റ് ഔട്ടും വിസിറ്റേഴ്സ് റൂമും വരുന്ന ഏരിയ മൊത്തം എടുത്ത് നല്ല വിശാലമായൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ ഒരു 7 ഷെൽഫ് വാർഡ്രോബ്സും അതിനോടനുബന്ധമായിട്ടുള്ളൊരു സ്റ്റഡി ടേബിൾ, ചെയർ സിസ്റ്റവും ഒക്കെ ചെയ്യാൻ പറ്റി. അതുകൂടാതെ ഒരു ക്യൂൻ സൈസ് ബെഡും അതിൽ കൊടുക്കാൻ പറ്റി. അതുകൂടാതെ കിഡ്സ് ബെഡ്റൂമിൽ ഭാവിയിൽ ഡബിൾ കോട്ട് ആക്കാവുന്ന ഒരു ഇപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് 2 സിംഗിൾ കോട്ടുകളായിട്ടുള്ള കട്ടിലുകൾ പ്രൊവൈഡ് ചെയ്തു. അതുകൂടാതെ അവർക്കുള്ള വാർഡ്രോബ്സ് ഏരിയയും ഷെൽഫ്സും സ്റ്റഡി ടേബിളുകളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തു. കൂടാതെ കിഡ്സിൻ്റെ റൂമിലും ഒരു ബേ വിൻഡോ കം സീറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തു. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂംസും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ടോയ്ലറ്റ്സും ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റഡി മെസനൈൻ ഏരിയയും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതിലൊരു ടെറസ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ടായില്ല. ഫസ്റ്റ് ഫ്ലോർ ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരുന്നു. അപ്പോൾ ചെറിയൊരു പോക്കറ്റ് മാത്രമാണ് നമുക്ക് റിമൈനിങ് ആയത്. അതിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റീൽ ലാഡർ കൊടുത്ത് ഈ ഒരു സ്റ്റീൽ ലാഡറിലൂടെ മുകളിലേക്ക് എത്തുന്നത് ഒരു ലോണ്ട്രി ഏരിയയിലേക്കാണ്. അത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടെറസിലാണ്. ആ ലോണ്ട്രി ഏരിയ നമ്മൾ കോൺക്രീറ്റ് റൂഫ് ചെയ്യാതെ ജസ്റ്റ് ട്രസ്ഡ് ആൻഡ് ടെറാക്കോട്ട ടൈൽസ് റൂഫിംഗ് കൊണ്ട് കവർ ചെയ്ത് അവിടെ നമ്മളുടെ ലോണ്ട്രി സ്പേസ്, വാട്ടർ ടാങ്ക്, പ്രഷർ പമ്പ്, അതുകൂടാതെ തന്നെ ഒരു ഹാർഡ്വെയർ സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ടാണ് ആ ഒരു ഏരിയ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റീരിയർ ഏരിയയിലേക്ക് കടക്കുന്ന ആ ഒരു സ്റ്റെയറിൻ്റെ എൻട്രൻസിൽ ഒരു ചെറിയൊരു കോറിഡോർ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു കോറിഡോർ സ്പേസും ചുമ്മാ പ്ലെയിൻ ആയിട്ട് കിടക്കാതെ ഇരിക്കാൻ വേണ്ടി, എന്നാൽ അവിടെ ഒരു കൺജഷൻ ഉണ്ടാവാത്ത രീതിയിൽ അവിടെ ഡിസ്മാൻഡിൽ ചെയ്യാവുന്ന ഒരു മൾട്ടിപർപ്പസ് ടേബിൾ കൊടുക്കുകയാണ് ഉണ്ടായത്. അത് ഇപ്പോൾ അയണിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നോട്ട്സ് എഴുതുന്ന സമയത്തോ ഒക്കെ ഇറക്റ്റ് ചെയ്ത് വെക്കുകയും അതിനുശേഷം അത് ഡിസ്മാൻഡിൽ ചെയ്താൽ അത് വാളിൽ ഹങ്ങായി കിടക്കുന്ന ഒരു പാനൽ പോലെ നിൽക്കുന്ന ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഭൂരിഭാഗം സമയത്തും അത് സ്പേസിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാതെ നിൽക്കുകയും നമ്മൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അവിടെ ഒരു ടേബിൾ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു വീടിനായിട്ടൊരു എലിവേഷൻ രൂപപ്പെടുത്തി എന്ന് പറയുന്നതിനേക്കാൾ വീടിൻ്റെ പ്ലാൻ ഒരു എലിവേഷൻ തന്നു എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. കാരണം എലിവേഷൻ ഭംഗിയാക്കാൻ വേണ്ടി ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സോ അഡീഷണൽ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീടിന് കൊടുക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഷെയ്ഡിങ് ഡിവൈസസ്, ബാൽക്കണി സ്പേസസ്, അതുപോലെ തന്നെ ഇതിലേക്ക് എയർ വെൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ജാളി വാൾസ്, ഇതൊക്കെയാണ് ഈ ഒരു എലിവേഷനെ മോടി കൂട്ടുന്നത്. വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ശേഷം മോഡ് പിടിപ്പിക്കാൻ വേണ്ടി ക്ലാഡിംഗ് ടൈൽസ് ഒക്കെ ഒട്ടിക്കുന്നതിന് പകരമായിട്ട് ആക്ച്വൽ എക്സ്പോസ്ഡ് ബ്രിക്സ് തന്നെ യൂസ് ചെയ്ത് ഉള്ളൊരു ക്ലാഡിംഗ് സർഫസസും അതുപോലെ സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷുകളും അതിനോടൊപ്പം ഹാൾ ലിവിങ് ഏരിയകൾ ഇതിലേക്ക് വെന്റിലേറ്റഡ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ജാളികളും കൂടി സമന്വയിപ്പിച്ചപ്പോഴാണ് എലിവേഷനിലുള്ള ഒരു ടെറാക്കോട്ട അതുപോലെ തന്നെ സിമെൻറ്റ് ടെക്സ്ചർ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ആവുന്നത്. ബാക്കി വാൾസ് എല്ലാം ഒരു ഫ്രോസ്റ്റ് വൈറ്റ് കോമ്പിനേഷനിൽ കൊടുക്കാൻ പറ്റി.